വാഹനാപകടങ്ങളിൽ നിന്നും യാത്രാ തടസ്സങ്ങളിൽ നിന്നും എല്ലാവരെയും സംരക്ഷിക്കുന്ന തൃശൂരിനും പാലക്കാടിനും ഇടയിലുള്ള വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വഴിയമ്പല അശ്വാരൂഢ ശാസ്താവിന്റെ ക്ഷേത്രം. ഒരു കാലത്ത് രാവും പകലുമില്ലാതെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് പോയിരുന്നൊരിടമാണിത്. ഇന്ന് വളരെ ശാന്തമായി കാടിന്റെ സൗന്ദര്യത്തോടെ നിറഞ്ഞു നിൽക്കുന്നു. അതെ, കുതിരാൻമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. പണ്ടുകാലത്ത് കാടും മലയും നിറഞ്ഞ കുതിരാൻപാത യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും വലിയൊരു പേടി സ്വപ്നമായിരുന്നു. വന്യമൃഗങ്ങളുടെ ശല്യവും കൊള്ളക്കാരും ഇവിടെ പതിവായിരുന്നു. ആ കാലത്താണ് ഈ മലമുകളിൽ ചെറിയൊരു ക്ഷേത്രം നിർമ്മിച്ച് പൂജിച്ചു തുടങ്ങുന്നത്. പിന്നീട് ഡ്രൈവർമാരിലും യാത്രക്കാരിലും അപകടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഭഗവാൻ തങ്ങളെ രക്ഷിക്കുന്നു എന്ന വിശ്വാസമുണ്ടായി. അതോടെയാണ് വാഹനങ്ങളിൽ നിന്നും നാണയങ്ങൾ എറിഞ്ഞു തൊഴുന്ന ആചാരം പോലും ഇവിടെ തുടങ്ങുന്നത്. കുതിരാൻ തുരങ്കപാത വന്നതോടുകൂടി വാഹനങ്ങളൊന്നും ഈ വഴിയെ കടന്നു വരാതായി. ഇതാണ് വഴിയമ്പല ശാസ്താവിന്റെ പ്രതിഷ്ഠ. ഇന്ന് ആളും തിരക്കുകളൊന്നുമില്ലാതെ കാടിന്റെ മനോഹാരിതയിൽ കുതിരാൻമല ക്ഷേത്രവും വഴിയമ്പല ശാസ്താവും അതിമനോഹരമായി ഇവിടെ കുടികൊള്ളുന്നു. കുതിരാൻമല ധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിനും ഐതിഹ്യത്തിനും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പണ്ട് കൊച്ചി രാജാവ് ഈ മല കയറാൻ ശ്രമിച്ചപ്പോൾ ഒരു അദൃശ്യ ശക്തി അതിനെ തടഞ്ഞു എന്നും രാജാവിന്റെ കുതിരയ്ക്ക് മല കയറാൻ സാധിച്ചില്ല എന്നും പറയപ്പെടുന്നു. അങ്ങനെ കുതിര കയറാൻ മടിച്ച മല കുതിര കയറാൻ മല എന്നും പിന്നീട് അതിലോപിച്ച് കുതിരാൻമല എന്നുമായി മാറി. എന്നാൽ അമ്പലത്തിലെ തിരുമേനി എന്നോട് പറഞ്ഞത്, അയ്യപ്പൻ കുതിരപ്പുറത്ത് വേട്ടയ്ക്കായി ഇതുവഴി വന്നപ്പോൾ വിശ്രമിക്കാനായിരുന്ന മലയാണ് ഇതൊന്നും, അതുകൊണ്ടാണ് കുതിരാൻമല എന്ന് ഈ ക്ഷേത്രത്തിന് പേര് ലഭിച്ചതെന്ന്. ശ്രീകോവിലിനുള്ളിൽ നമുക്ക് 3 പ്രതിഷ്ഠകളാണ് കാണാൻ കഴിയുക. കുതിരപ്പുറത്തിരിക്കുന്ന അയ്യപ്പന്റെ വലിയൊരു പ്രതിഷ്ഠയും, അത് മുന്നിലായി വലതുഭാഗത്ത് അമ്പും വില്ലും പിടിച്ചു നിൽക്കുന്ന അയ്യപ്പന്റെ രൂപവും, ഇടതുഭാഗത്തായി കുതിരപ്പുറത്തിരിക്കുന്ന തന്നെ അയ്യപ്പന്റെ വേറൊരു പ്രതിഷ്ഠയും കൂടിയാണ്. അമ്പലത്തിനകത്തായി ഗണപതി, സരസ്വതി, വിഷ്ണു, സുബ്രഹ്മണ്യൻ, മാളികപ്പുറത്തമ്മ എന്നീ ഉപദേവതകളുടെ പ്രതിഷ്ഠ കൂടിയുണ്ട്. അമ്പലത്തിന് പുറത്തായി ശിവൻ, യോഗീശ്വരൻ, ദമ്പതിരക്ഷസ്, ബ്രഹ്മരക്ഷസ്, നാഗങ്ങൾ തുടങ്ങിയ പ്രതിഷ്ഠകളുമുണ്ട്. ഇനിയാണ് കുതിരാനിൽ മാത്രമുള്ള ഒരു മൂർത്തിയെക്കുറിച്ച് നമ്മൾ അറിയാൻ പോകുന്നത്. കുതിരാൻ പഴയ ദേശീയപാതയുടെ വശത്ത് പ്രധാന ക്ഷേത്രത്തിന് എതിർവശത്തായി അല്പം താഴേക്കു മാറി ഒരു തറയിലാണ് സ്വയംഭൂവായ കിരാതമൂർത്തിയുടെയും കിരാതിയുടെയും സാന്നിധ്യം. രൂപമില്ലാത്ത വിഗ്രഹങ്ങളാണ്, മനുഷ്യരൂപത്തിലല്ലാത്ത പ്രകൃതിദത്തമായ ശിലകളാണ് ഇവിടെയുള്ളത്. ആദിദ്രാവിഡ ആരാധനയുടെ തുടർച്ചയായാണ് ഇതിനെ കണക്കാക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഇവരെ അലങ്കുറവനും കുറത്തിയുമായി സങ്കല്പിച്ചായിരുന്നു ആരാധന. എല്ലാ ദിവസവും ക്ഷേത്രം അടച്ചിറങ്ങുമ്പോൾ കിരാതമൂർത്തികളുടെ പ്രത്യേക പൂജകൾ ഇന്നും നടത്തിവരുന്നു. അന്നദാനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വഴിപാട്. എല്ലാ ദിവസവും അന്നദാനം കൊടുത്തിരുന്ന അമ്പലമാണ്. ഇപ്പോൾ വാഹനങ്ങൾ വരാതെ തിരക്ക് കുറഞ്ഞതിനാൽ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും മാത്രമാണ് അന്നദാനമുള്ളത്. അമ്പലത്തിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നും പാലക്കാട് പോകുന്ന നാഷണൽ ഹൈവേയിലെ കുതിരാൻ തുരങ്കം കഴിഞ്ഞ ഇടതുഭാഗത്താണ്. വാഹനങ്ങൾ അധികം കടന്നു ചെല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ആനകളുടെ ഒരു ക്രോസിംഗ് സോൺ കൂടിയായിട്ടുണ്ട് ഈ പ്രദേശം. കുതിരാൻമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം വാഹനാപകടങ്ങൾ, യാത്രാ തടസ്സങ്ങൾ എന്നിവ അകറ്റാൻ ഉത്തമമായ ഒരു ക്ഷേത്രമാണിത്. അപ്പൊ നമുക്ക് മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.